വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാണ് തോന്നിയത് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ ഒന്ന് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് പിന്നെ എങ്ങോട്ടൊക്കെ പോകുമെന്നായി. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ചെമ്പനോട് എന്ന് പറഞ്ഞ കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയതാണ്. പോകുമ്പോൾ ഒരുപാട് ലോങ്ങാണ്, ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, അങ്ങനെ ഇറങ്ങി സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയിട്ട് പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് പെരുമണ്ണാമൊഴി ഡാമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അവിടെ നിർത്തിങ്ങാട്ടൊന്ന് ആ ഡാമിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പോയിട്ടോ. അതാണ് ഇത് കാണുന്നത്, ഒരു പുഴയാണ്. ഇത് ചെമ്പനോട് കാടിൽ ഉണ്ടായിരുന്നൊരു പുഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുത്ത് ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ചായ ഒക്കെ കൊണ്ടുപോയി ഉണ്ടായിരുന്നേ ഫ്ലാസ്കിലാക്കിയിട്ട്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ പോന്നപ്പോഴാണ് ജാനകിക്കാട് കാണാമെന്ന് തോന്നി. അതേ വഴിക്ക് തന്നെയാണ് ജാനകിക്കാടും കാണാം കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ജാനകിക്കാട് ഇതാ എൻട്രി ചെയ്തു കേട്ടോ. അവിടെ ഒരുപാട് പക്ഷികളുണ്ട്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയതാ. ഇത് അവിടെ കുത്തി ഒഴുക്കുന്ന ഒരു പുഴയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വേനലിലാണെങ്കിൽ നമുക്ക് ആ പുഴയിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇപ്പം മഴയത് കാരണം അവിടേക്ക് ഇറക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ കുറേ ടൈം നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് പിന്നെ അവിടെ ഒരു എന്താ പറയുക, വള്ളി ഉണ്ടായിരുന്നേ. അപ്പോൾ അതിലൊക്കെ ഒന്ന് പിടിച്ച് തൂങ്ങി ആടി അങ്ങനെയൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത്. സ്ഥലം പ്രകൃതിയല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. പൊതുവെ എല്ലാവർക്കും പ്രകൃതിനെ കാണാൻ നല്ല ഇഷ്ടമാണല്ലോ അല്ലേ. അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലോട്ടേക്ക് തന്നെ വന്നു. നമുക്കിത് എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണല്ലേ. പ്രകൃതിനെ കാണുന്ന വെള്ളം പച്ചപ്പ് ഒക്കെ അതും കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകും.